ഹായ് വെൽക്കം ടു ദേവ്സ് ടിപ്സ്. ഞാൻ ദിവ്യ. അപ്പൊ ഞാൻ ഇന്ന് വന്നേക്കുന്ന ഒരു വിന്റർ ഫേസ് പാക്കുമായിട്ടാണ് വന്നേക്കുന്നത്. ഒരു അടിപൊളി പായ്ക്ക. ശരിക്കും പറഞ്ഞാൽ റിസൾട്ടാണ് നിങ്ങളിപ്പോൾ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല അടിപൊളി റിസൾട്ട്, നല്ലതായിട്ട് ഗ്ലോ ആവും, ബ്രൈറ്റ് ആവും. ക്കാൾ ഉപരി എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നല്ലതായിട്ട് സ്കിൻ ഭയങ്കരമായിട്ട് ഹൈഡ്രേറ്റ് ആവുന്നുണ്ട്. നമുക്കിപ്പോൾ വിന്ററിൽ ഏറ്റവും ആവശ്യം അതാണല്ലോ, സ്കിൻ നന്നായിട്ട് ഹൈഡ്രേറ്റ് ആവണം. കാരണം ഈ വിന്റർ ടൈമിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ആൾക്കാർ ഒരു പ്രോബ്ലമാണ് നമ്മളുടെ സ്കിന്നിൽ ഇങ്ങനെ തരിതരിപ്പ്, അല്ലെങ്കിൽ ഇങ്ങനെ എന്താ പറയുക പൊരിപ്പൊരിയായിട്ടിരിക്കുക, അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ്. അപ്പൊ അത് മാറ്റാൻ നല്ലൊരു പായ്ക്ക. ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പം ഈ ഒരു പായ്ക്ക് ഇട്ടിട്ട് ഈ ഇൻട്രോ എടുക്കാൻ കുറച്ച് ലേറ്റ് ആയിരുന്നു. കുഞ്ഞുടെ പുറകിനൊക്കെ പോയിട്ടൊരു ഹാഫ് അവറിന് മുകളിലായി പായ്ക്ക് ഇട്ട് കഴിഞ്ഞ് ഫേസ് വാഷ് ഒക്കെ കഴുകി കഴിഞ്ഞിട്ട് ഇൻട്രോ എടുക്കുന്ന സമയം. പക്ഷെ എന്നിട്ട് പോലും നന്നായിട്ട് സൂപ്പറായിട്ട് ഹൈഡ്രേറ്റ് ആയിട്ടുണ്ട്. നമ്മളിങ്ങനെ തൊടുമ്പോൾ നോർമലി നമ്മൾ വിന്റർ ടൈമിൽ നമുക്ക് മിക്ക ആൾക്കാർ ഫേസ് ചെയ്യുന്ന കാര്യം, നമ്മളൊരു ഫേസ് വാഷ് അല്ലെങ്കിൽ നോർമൽ നമ്മുടെ ഫേസ് ഒന്ന് എന്താ നോർമൽ വെള്ളത്തിൽ തന്നെ കഴുകി കഴിഞ്ഞിട്ട് നമ്മൾ ഒന്ന് ഒപ്പിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫേസിൽ ഇങ്ങനെ തടകുമ്പോൾ എന്താ പറയുന്നത് ഭയങ്കര റഫായിരിക്കും, ഭയങ്കര തരിതരിപ്പൊക്കെ ഫീൽ ചെയ്യും. പല ആൾക്കാർക്കും ഫേസ് നമ്മളൊന്ന് എന്താ പറയുക ശ്രദ്ധിക്കാമെങ്കിൽ നമുക്ക് മനസ്സിലാവും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് ഒക്കെ മാറും, ഭയങ്കരമായിട്ട് ഹൈഡ്രേറ്റ് ആവും. പിന്നെ ഇതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയന്റ് പഴമാണ്, ചെറുപഴമാണ്. ചെറുപഴം എന്ന് പറയുന്നത് നമ്മുടെ ഫേസിന് ഭയങ്കര സൂപ്പറാ. പൊട്ടാസ്യം അടങ്ങിക്കുന്ന ഒരു കണ്ടന്റ് ആണ്. നമുക്ക് സ്കിന്നിന് ആവശ്യമുള്ള പൊട്ടാസ്യം, അതേപോലെ സ്കിൻ നല്ലപോലെ ബ്രൈറ്റ് ആവും, ഹൈഡ്രേറ്റ് ആവും, അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സാധനം. അപ്പൊ അതാണ് നമ്മുടെ ഇന്നത്തെ ഇൻഗ്രീഡിയന്റ്, മെയിൻ ഇൻഗ്രീഡിയന്റ്. അപ്പൊ നമ്മൾ എല്ലാം ട്രൈ ചെയ്ത് നോക്ക്. ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഫേസ് പാക്ക്, ബ്രൈറ്റ് ആവുക മാത്രമല്ല, ഈ ഒരു പാക്കിന് ഞാൻ പറഞ്ഞല്ലോ ഹൈഡ്രേറ്റ് ആവാനും ഒക്കെ ഉപയോഗപ്പെടുന്ന ഒരു പാക്കാണ്. വിന്റർ ടൈമിൽ എനിക്ക് തോന്നുന്നു ദ ബെസ്റ്റ് പാക്ക് എന്ന് പറയാം. അതേപോലത്തെ ഒരു ഇഫക്റ്റാ. കാരണം വിന്ററിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലം ആയിരിക്കും ഡ്രൈനെസ്. അത് ഡ്രൈ സ്കിൻ ആവണം എന്നില്ല. അപ്പൊ നോർമൽ സ്കിന്നുള്ള നമുക്ക് പോലും ഇത്രയും പ്രശ്നം ഉണ്ടെങ്കിൽ ഡ്രൈ സ്കിൻകാരുടെ അവസ്ഥ പറയണ്ടല്ലോ. അങ്ങനെയുള്ളവർക്ക് എല്ലാ സ്കിൻ ടോണുകാർക്കും അല്ലെങ്കിൽ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാക്ക്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. സ്പീഡിൽ പറയണേ, കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കണ്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എന്നാലല്ലേ എനിക്ക് ആ ഒരു സന്തോഷത്തോടെ വീഡിയോസ് ഇടാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയാനും ഒക്കെ ഒരുപാട് ആഗ്രഹമുണ്ട്. നിങ്ങൾ ട്രൈ ചെയ്ത റിസൾട്ട് കൂടെ അറിയാൻ ആഗ്രഹമുണ്ട്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കാണാം. അപ്പൊ പായ്ക്ക് ഇടുന്നതിന് മുമ്പായിട്ട് നമുക്ക് ആദ്യം ഒരു ചെറിയ പരിപാടിയുണ്ട്. അപ്പൊ ഞാൻ കുറച്ച് പാല്, പച്ചപ്പാൽ എടുത്തേക്കുന്ന, തിളപ്പിച്ച പാലല്ല, തിളപ്പിച്ച പാൽ എടുക്കണ്ട. എന്നിട്ട് പച്ചപ്പാൽ എടുത്തിട്ട് ഇച്ചിരി ഫ്രിഡ്ജിലൂടെ വെച്ചിട്ട് ഇച്ചിരി തണുപ്പുള്ള, ചെറിയൊരു തണുപ്പുള്ള രീതിയാണെങ്കിൽ കുറച്ചുകൂടി ഇഫക്റ്റീവ് ആയിരിക്കും. എന്നിട്ട് ഞാനൊരു കോട്ടൺ തുണിയോ കോട്ടൺ പാടോ അല്ലാതെ നമുക്ക് ടിഷ്യൂവോ എടുക്കാം. ഞാനിപ്പോൾ ഒരു ടിഷ്യൂ ആണ് എടുത്തേക്കുന്നത്. എന്നിട്ട് ഒപ്പി കൊടുക്കും. ഒരു 2 സെറ്റായിട്ട് ഞാൻ അങ്ങനെ ഒപ്പി കൊടുക്കുന്നുണ്ട്. ഒരു സെറ്റ് നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ എഫക്റ്റ് വരത്തില്ല. അപ്പോൾ 2-3 സ്റ്റെപ്പായിട്ട് നമുക്കിങ്ങനെ ആക്കുവാണെങ്കിൽ കുറച്ചുകൂടി ഇഫക്റ്റ് ആയിരിക്കും. എന്നിട്ട് അതൊന്ന് ട്രൈ ആവട്ടെ. ഇനി ഞാൻ നോർമൽ വാട്ടറിൽ കഴുകിയിട്ടുണ്ട് ഫേസ് വാഷ് ഉപയോഗിച്ച്. അപ്പം ഞാൻ എടുത്തേക്കുന്നത് പഴമാണ് എടുത്തേക്കുന്നത്, കുറച്ചേ എടുത്തിട്ടുള്ളൂ, ചെറിയൊരു പീസ്. ഇനി വേണ്ടത് 1 ടേബിൾ സ്പൂൺ കടലമാവാണ് വേണ്ടത്. പിന്നെ ഇത് നല്ലപോലെ ഞാൻ മിക്സിയിൽ പേസ്റ്റ് ആക്കുന്നുണ്ട്. അപ്പോൾ അതിന് ആവശ്യമായ പാലൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ 3 ഇൻഗ്രീഡിയൻസ് ഇനി നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫേസ് ഓൾറെഡി നമ്മൾ വാഷ് ചെയ്ത് ക്ലീൻ ആക്കി വെച്ചേക്കുക. അപ്പോൾ ഇനി ഈ ഫേസിലോട്ട് നമുക്ക് സാധാ പായ്ക്ക് അപ്ലൈ ചെയ്യുന്ന പോലെ നമുക്ക് മുഖത്തും കഴുത്തിലും ഒക്കെ തേച്ച് പിടിപ്പിക്കാം. നല്ലൊരു എഫക്റ്റ് ആയിരിക്കും. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പഴമാണ്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര എഫക്റ്റ് ആയിരിക്കും. നമുക്ക് നല്ലോണം ഒന്ന് തേച്ച് പിടിക്കും. അത് കഴിഞ്ഞിട്ട് 10 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകുന്നുണ്ട്. അപ്പോൾ ഇവർ 10 മിനിറ്റ് ചെറുതായിട്ടൊന്ന് ട്രൈ ആയി, ഒരുപാട് അങ്ങ് ട്രൈ ആവാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്നില്ല. 10 മിനിറ്റ് കഴിയുമ്പോൾ ഞാനൊരു ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകുന്നുണ്ട്. ഞാനൊരു ഫേസ് വാഷ് ഒക്കെ ഉപയോഗിച്ച് കഴുകിയിട്ട് വന്നത്. അപ്പോൾ ഇതാണ് എനിക്ക് കിട്ടിയ റിസൾട്ട്. നന്നായിട്ട് ബ്രൈറ്റൻ ആയതിനേക്കാൾ നമ്മളിങ്ങനെ തൊടുമ്പോൾ ആ ഡ്രൈനെസ് ഒക്കെ മാറിയിട്ട് നല്ലൊരു എന്താ പറയുന്നത് ഓയിലി ഒന്നും ആയിട്ടില്ല. പക്ഷെ ഒരു നല്ല രസമുണ്ട്. നമ്മൾ തൊട്ട് നോക്കുമ്പോൾ നമ്മുടെ സ്കിൻ ഭയങ്കരമായിട്ട് സ്മൂത്തൻ ആയിട്ടുണ്ട്. മറ്റേന്ന് പറഞ്ഞാൽ നമ്മൾ വിന്റർ ടൈമിലൊക്കെ എസ്പെഷ്യലി നമ്മൾ ഫേസ് വാഷ് ഒക്കെ ഉപയോഗിച്ച് മുഖമൊക്കെ കഴുകി, ഫേസ് വാഷ് ഉപയോഗിക്കാതാണെങ്കിൽ മുഖം കഴുകിയത് തുടച്ച് കഴിയുമ്പോഴത്തെ ഭയങ്കരമായിട്ട് ഇങ്ങനെ തൊടുമ്പോൾ ഡ്രൈനെസ് ഫീൽ ചെയ്യും. നിങ്ങൾക്ക് എത്ര പേർക്ക് ഫീൽ ചെയ്യുന്നതെന്ന് അറിയത്തില്ല. പക്ഷെ അതൊക്കെ മാറി നല്ല സോഫ്റ്റായി. പിന്നെ ഓഫ് കോഴ്സ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ നല്ലോണം ബ്രൈറ്റ് ആയിട്ടുണ്ട്. നല്ല അടിപൊളി പായ്ക്ക്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എനിക്ക് തോന്നുന്നു ഈ വിന്റർ ടൈമിൽ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള ഒരു പായ്ക്ക. എസ്പെഷ്യലി ചെറുപഴം എന്നൊക്കെ പറയുന്നത് ഭയങ്കര സൂപ്പറാണ്. നമ്മുടെ സ്കിൻ ഭയങ്കര ഹൈഡ്രേറ്റ് ആവാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ്. പിന്നെ അതേപോലെ ബ്രൈറ്റൻ ആവാനും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പായ്ക്ക് ഇതായിരുന്നു. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആകും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ.